കൊല്ലത്തെ വിസ്മയയും ഉത്രയും, ആലുവയിലെ മുഫിയ, പാലക്കാട്ടെ സജിന, കോഴിക്കോട്ടെ ഷബ്ന, ഈ പേരുകൾ മലയാളികൾ അത്ര വേഗം മറക്കാനിടയില്ല. ഭർതൃപീഡനത്തിന്റെ പേരിൽ ജീവനൊടുക്കിയ യുവതികളാണ്. മരിക്കുന്നതിന് മുൻപ് പലതവണ ഭർതൃപീഡനത്തെക്കുറിച്ച് ഇവരൊക്കെ മാതാപിതാക്കളോട് പറഞ്ഞിരിക്കണം. പക്ഷെ മാനഹാനി കാരണം എല്ലാം സഹിച്ചു ജീവിക്കാനായിരിക്കും കിട്ടിയ ഉപദേശം. അതെ, പൊതുവെ നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർ അങ്ങനെയാണ്. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച തികയും മുൻപ് ഭർതൃവീട്ടിലെ പീഡനത്തെക്കുറിച്ച് അറിഞ്ഞ് മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് വന്ന ഒരച്ഛനുണ്ട് എറണാകുളം വടക്കൻ പറവൂരിൽ. കോഴിക്കോട് പന്തിരാങ്കാവ് സ്വദേശിയായ രാഹുൽ നവവധുവിനോട് ചെയ്ത ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞാൽ ഒരു മാതാപിതാക്കൾക്കും അത് സഹിക്കാൻ കഴിയില്ല. സ്ത്രീധനത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന നിരവധി യുവതികളിൽ ഒരാൾ മാത്രമാണ് പറവൂരിലെ പെൺകുട്ടി. ആ കേസ് വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോഴിക്കോട് പന്തിരാങ്കാവ് സ്വദേശിയായ രാഹുലും വടക്കൻ പറവൂർ സ്വദേശിനിയായ പെൺകുട്ടിയും ഒരാഴ്ച മുൻപാണ് വിവാഹിതരായത്. എയറോനോട്ടിക് എഞ്ചിനീയറായ യുവാവുമായി മകളെ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച മകളുടെ ഭർതൃവീട്ടിൽ അടുക്കള കാണൽ ചടങ്ങായിരുന്നു. വിവാഹ ദിവസത്തെ സന്തോഷം മകളുടെ മുഖത്തില്ല. പകരം നെറ്റിയിലും കവിളിലും ചുണ്ടിലും മർദ്ദനമേറ്റ പാടുകൾ. കാര്യം തിരക്കിയപ്പോഴാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് മർദ്ദിച്ചു എന്ന് പെൺകുട്ടി പറഞ്ഞത്. തുടർന്ന് അച്ഛനും ബന്ധുക്കളും മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് തിരികെ പോന്നു. പിന്നാലെ പന്തിരാങ്കാവ് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 5-ാം തീയതിയാണ് പന്തിരങ്കാവ് സ്വദേശി രാഹുലിന്റെയും നോർത്ത് പറവൂർ സ്വദേശിനിയായ പെൺകുട്ടിയുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത്. 5-ാം തീയതി വിവാഹത്തിന് ശേഷം 9-ാം തീയതി രാഹുലും ഭാര്യയും ഭാര്യയുടെ വീട്ടിലെത്തുന്നു. തുടർന്ന് 12-ാം തീയതി ഇവിടെ നിന്നും പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും അടുക്കള കാണൽ ചടങ്ങിനായി പന്തീരങ്കാവിലേക്ക് 30 അംഗം അടങ്ങുന്ന കുടുംബക്കാരെത്തുന്നു. ഇവിടെ എത്തുമ്പോൾ പെൺകുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് വീട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം പെൺകുട്ടിയുടെ മുഖം മർദ്ദനമേറ്റ രീതിയിൽ വീങ്ങിയിരിക്കുന്നു, നീര് കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തെ ആകമാനം മർദ്ദനത്തിന്റെ പാടുകൾ അവർക്ക് കണ്ടെത്താനായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മകൾ അതിക്രൂരമായ ഗാർഹിക പീഡനത്തിനാണ് ഇരയായിരിക്കുന്നത് എന്ന് വീട്ടുകാർ മനസ്സിലാക്കുന്നത്. രാഹുലിന്റെ അമ്മയോട് ചോദിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന്. അമ്മ പറയുന്നു ബാത്റൂമിൽ വീണതാണെന്ന്. അതേസമയം പെൺകുട്ടിയോടും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നു. അവരും ഇത് തന്നെയാണ് മറുപടി പറയുന്നത്. തുടർന്നാണ് പെൺകുട്ടിയെ അടുത്തിരുത്തിയ അച്ഛൻ ചോദിച്ചത് എന്താണ് മകളെ സംഭവിച്ചതെന്ന്. അതിന് കിട്ടിയ മറുപടി ഇങ്ങനെയാണ്: മുഷ്ടി ചുരുട്ടിയിടിച്ചതാണ്. പിന്നെന്ത് ചെയ്തു? പിന്നെ തലയിൽ ഈ ഭാഗത്തൊക്കെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. എൻ്റെ തല ഇനി അനക്കാൻ നിർത്തി. പിന്നെ എൻ്റെ ഈ കീഴ്ചുണ്ട് അവന് വലിക്ക് താഴേക്ക്, മേൽച്ചുണ്ടും അതേപോലെ ചെയ്തു. പിന്നെ ഈ മൊബൈലിൻ്റെ ചാർജർ ഉണ്ടല്ലോ, അത് അതിൻ്റെ വയറുകൊണ്ട് കഴുത്തിൽ ചുറ്റി വലിച്ചു. പിന്നെന്ത് ചെയ്തു? എന്നെ കുനിച്ച് നിർത്തി കുറേ ഇടിച്ചു. ഞാൻ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ട് അവൻ പുറകെ വന്നു വീണ്ടും എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് എന്നെ ബെൽറ്റ് കൊണ്ടടിക്കുന്നു. തുടർന്ന് അപ്പോൾ തന്നെ ആ കുടുംബം തീരുമാനിക്കുകയാണ് തങ്ങളുടെ മകൾ ഇവിടെ സുരക്ഷിതയല്ലെന്ന് മനസ്സിലാക്കിയതിടത്തോളം കാലം ഇനി അവൾ ഇവിടെ തുടരാൻ പാടില്ല എന്ന്. അങ്ങനെ തന്നെ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കുടുംബം എത്തുന്നു. അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസ് കേസെടുക്കുന്നു. തുടർന്ന് വടക്കൻ പറവൂരിലെ വീട്ടിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. പെൺകുട്ടി അതിക്രൂരമായ പീഡനത്തിനാണ് ഇരയായത് എന്ന് തന്നെയാണ് ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തുന്നത്. നെറ്റിയിൽ മുഷ്ടി ചുരുട്ടിയിടിക്കുക, ചുണ്ടുകൾ വലിച്ചു കീറുക, ശരീരത്താകമാനം പുറത്തും നടുവിനുമെല്ലാം മർദ്ദനമേറ്റ പാടുകൾ. ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ, അതും കേവലം 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം മാത്രം പരിചയമുള്ള ഒരു പെൺകുട്ടിയെ, തൻ്റെ ഭാര്യയായ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ മർദ്ദിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അത്തരത്തിൽ ആ ചെറുപ്പക്കാരനെ, എയറോനോട്ടിക്കൽ എഞ്ചിനീയറായ ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ അത്തരത്തിൽ എത്താനുണ്ടായ സാഹചര്യം എന്താണ് എന്ന കാര്യമാണ് ഇനി പോലീസ് പരിശോധിക്കേണ്ടത്.
മർദ്ദിച്ച സാഹചര്യത്തിലും സമയത്തിലും എല്ലാം സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ കുടുംബത്തിൽ നിന്ന് തനിക്ക് പെണ്ണ് കിട്ടുമായിരുന്നു, വലിയ ആസ്തിയോടെ വലിയ സമ്പത്ത് വാങ്ങി തനിക്ക് കല്യാണം കഴിക്കാമായിരുന്നു എന്നുള്ള തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പെൺകുട്ടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ വരുന്ന മെയ് 16 ജർമ്മനിയിലേക്ക് പോകാനിരുന്ന രാഹുൽ എന്തിനാണ് ഇത്തരത്തിൽ തന്റെ സഹധർമ്മിണിയെ ഇങ്ങനെ മർദ്ദിച്ച് അവശയാക്കിയത് എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ്. എന്തൊക്കെയാണെങ്കിലും നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന, നിലപാടുകൾ ഒപ്പം ഉറച്ചു നിൽക്കാൻ കഴിയുന്ന രക്ഷകർത്താക്കൾ ഉള്ളതാണ് ആ പെൺകുട്ടിക്ക് രക്ഷയായത്. മകൾക്ക് സംഭവിച്ച ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ അവർ അവളെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം തടയാൻ സമഗ്ര നിയമം പാസാക്കിയ നാടാണ് കേരളം. പക്ഷെ പല ദിവസങ്ങളിലും ഡോക്ടറോ നേഴ്സോ ആക്രമണത്തിന് ഇരകളാകുന്നു എന്ന വാർത്തകളാണ് നമ്മൾ ഞെട്ടലോടെ കേൾക്കുന്നത്. ഏറ്റവും ഒടുവിൽ കൊല്ലം ചവറയിൽ വനിതാ ഡോക്ടർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജാൻസി ജെയിംസിനെ രോഗിക്കൊപ്പം എത്തിയ സ്ത്രീ മുഖത്തടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. രോഗി മുൻപുപയോഗിച്ച ഗുളിക ഡോക്ടർ പരിശോധിച്ചില്ല എന്നാരോപിച്ച് തർക്കമുണ്ടാവുകയും മർദ്ദിക്കുകയുമായിരുന്നു. ശക്തമായി മുഖത്തടിക്കുകയായിരുന്നുവെന്നും അടിയേറ്റ് കമ്മൽ ഉൾപ്പെടെ തെറിച്ചുപോയെന്നുമാണ് ഡോക്ടർ ജാൻസി ജെയിംസിന്റെ പരാതി. പലതവണ മോശമായി സംസാരിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്നും ഇതിനു പിന്നാലെയാണ് മർദ്ദനമുണ്ടായതെന്നും ഡോക്ടർ പറഞ്ഞു. ആ 2 പേഷ്യൻസിനും നമുക്ക് ചെയ്യാവുന്ന ഇതിൽ കൂടുതൽ അതിനകത്തൊന്നും ചെയ്യാനില്ല, നമ്മൾ ചെയ്യുകയും ചെയ്തു. ചെയ്യാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇത് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റ് ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു. 1 മണിക്കൂറിന് ശേഷം അവരോട് ബാക്കിയുള്ളൊരു വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിന്റെ പേരിലാണ് അവർ ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കിയത്, ആദ്യം മുതലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ഒരു കുടുംബത്തിലെ 2 പേർ രോഗികളായി എത്തിയപ്പോൾ കൂടെ 5 പേർ ഉണ്ടായിരുന്നു. ചികിത്സിക്കുമ്പോൾ ഒരു രോഗിയോടൊപ്പം ഒരാൾ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് ഡോക്ടർ അറിയിച്ചു. ഇതിനിടെ രോഗി മുൻപ് ഉപയോഗിച്ച ഗുളിക ഡോക്ടർ പരിശോധിച്ചില്ല എന്നാരോപിച്ചായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കമെന്നാണ് വിവരം. മുമ്പ് ഉപയോഗിച്ച ഗുളിക തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിച്ചപ്പോൾ രോഗിയുടെ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ അസഭ്യം പറയുകയും ചെകിട്ടത്തടിക്കുകയും ചെയ്തുവെന്നാണ് ഡോക്ടറുടെ പരാതി. വധഭീഷണി മുഴക്കിയതായും പരാതിയിൽ പറയുന്നു. രാത്രി ആശുപത്രിയിൽ പോലീസ് എത്തിയെങ്കിലും കേസെടുത്തില്ലെന്നും ഡോക്ടർ ആരോപിച്ചു. അതേസമയം ഡോക്ടറുടെ സമീപനം മോശമായിരുന്നു എന്ന് പരാതി നൽകാനാണ് ആരോപണ വിധേയരുടെ തീരുമാനം. ഡോക്ടറുടെ പരാതിയിൽ ചവറ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊട്ടാരക്കര. പെൺമക്കളുള്ള മാതാപിതാക്കൾ ഏറെ സന്തോഷിച്ച ദിവസമായിരിക്കും ഇത്. കണ്ണൂർ പാനൂരിൽ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചതറിഞ്ഞ് അവളുടെ അച്ഛനും അമ്മയ്ക്കും അമിതാഹ്ലാദമൊന്നുമില്ല. പകരം ഈ നാട്ടിലെ ഓരോ പെൺമക്കൾക്കും വേണ്ടിയും നടത്തിയ നിയമ പോരാട്ടം വിജയിച്ചതിൽ അവർ പൂർണ്ണ തൃപ്തരാണ്. വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി കഴുത്തറത്ത് കൊന്ന കേസിൽ ജീവപര്യന്തത്തിന് പുറമെ 10 വർഷം തടവും 2.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. സൌഹൃദത്തിൽ നിന്നും പിന്മാറിയതിന് 2022 ഒക്ടോബർ 22-നാണ് പ്രതി ശ്യാംജിത്ത് യുവതിയുടെ ജീവനെടുത്തത്. കൊലപാതക കുറ്റത്തിനാണ് പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ കുറ്റത്തിന് 10 വർഷം തടവും അനുഭവിക്കണം. ഇതിനൊപ്പം 2 വകുപ്പുകളിലായി 2.25 ലക്ഷം രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. പിഴ ഒടുക്കിയില്ലെങ്കിൽ അധിക തടവ് അനുഭവിക്കണം. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി 1 ജഡ്ജി AV മൃദുലയാണ് ശിക്ഷ വിധിച്ചത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത്. 302 വകുപ്പ് പ്രകാരവും അതുപോലെ തന്നെ 449 IPC പ്രകാരവുമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ വിധിയിൽ 449 വകുപ്പ് പ്രകാരമുള്ള വിധി പ്രസ്താവിച്ചത് 10 വർഷം തടവും അതുപോലെ തന്നെ 25,000 രൂപ പിഴയും അടക്കാനാണ്. പിഴയടച്ചില്ല എങ്കിൽ 1 മാസം. അതുപോലെ തന്നെ 302 കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന രീതിയിൽ
അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രിസൺമെന്റ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ്. വിധിയിൽ തൃപ്തരാണെന്ന് വിഷ്ണുപ്രിയയുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. വിധിയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മളൊരു ആഗ്രഹം ഒരു വധശിക്ഷയായിരുന്നു. പക്ഷേ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും കോടതിയുടെ തീരുമാനത്തെ അംഗീകരിക്കും. നീതി ഒരു പരിധിവരെ നീതി കിട്ടിയെന്നുള്ള 2022 ഒക്ടോബർ 22 രാവിലെയാണ് വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടത്. വിഷ്ണുപ്രിയയുടെ സഹോദരിക്കൊപ്പം ബികോം പഠിച്ചയാളാണ് ശ്യാംജിത്ത്. പരിചയം പിന്നീട് സൗഹൃദമായി. വിഷ്ണുപ്രിയ ഇയാളിൽ നിന്നകന്ന് മറ്റൊരു യുവാവുമായി സൗഹൃദത്തിലായതാണ് ക്രൂരമായ കൊലപാതകത്തിന് കാരണമായത്. പ്രണയപ്പകയിൽ സമാനതകളില്ലാത്ത ക്രൂരതയാണ് ശ്യാംജിത്ത് യുവതിയോട് കാണിച്ചത്. 29 മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ദേഹത്തുണ്ടായിരുന്നത്. അതിൽ 10 എണ്ണവും മരണശേഷം ഏൽപ്പിച്ചതായിരുന്നു. ചുറ്റിക കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി കഴുത്തിൽ കത്തിയിറക്കിയ ശേഷം മരണമുറപ്പിക്കാൻ കൈഞ്ഞരമ്പുകളും ശ്യാംജിത്ത് മുറിച്ചിരുന്നു. ശ്യാംജിത്ത് വീട്ടിലേക്ക് വരുമ്പോൾ വിഷ്ണുപ്രിയ പൊന്നാനി സ്വദേശിയായ സുഹൃത്തിനോട് വാട്സപ്പ് കോളിൽ സംസാരിക്കുകയായിരുന്നു. സംസാരിച്ചു തീരുന്നതിന് മുൻപാണ് പ്രതി കൊലക്കത്തിയുമായി എത്തിയത്. വീഡിയോ കോളിൽ പതിഞ്ഞ 13 സെക്കൻഡ് ദൃശ്യങ്ങൾ കേസിൽ നിർണായകമായി. കൊലയ്ക്ക് ശേഷം വീട്ടിലെത്തി കുളിച്ച് വേഷം മാറി പിതാവിന്റെ ഹോട്ടലിലെത്തി ചോറുണ്ട പ്രതിയെ ഇവിടെ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിവേഗം കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഈ വിധിയിൽ അഭിമാനിക്കാം. പാനൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ 2022 നടന്ന വിഷ്ണുപ്രിയ കൊലപാതകവുമായിട്ട് ഇന്നത്തെ വിധി, അതായത് ജീവപര്യന്തവും 10 വർഷവുമാണ് വിധിച്ചിരിക്കുന്നത്. അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ ശാരീരിക ആക്രമണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒരു പുതിയ പ്രവണതക്കെതിരെ ഉള്ളൊരു വിധിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ന്യൂസ് 18 കണ്ണൂർ. തലസ്ഥാനത്ത് ഭീതി പരത്തുകയാണ് ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങൾ. കഴിഞ്ഞ ദിവസം കരമനയിലെ കൊലപാതകത്തിന് പിന്നാലെ പാറ്റൂരിൽ വീണ്ടും ഗുണ്ട ആക്രമണം. കിരൺ എന്ന യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഗോൾഫ് സ്റ്റിക്ക് ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചും വെട്ടിയും പരിക്കേൽപ്പിച്ചതാണ് പരാതി. ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന നിധിനും സംഘവും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. കേസ് പിൻവലിച്ചില്ലെങ്കിൽ ലഹരിമരുന്ന് കേസിൽ പെടുത്തുമെന്ന ഭീഷണിയെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച കിരൺ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എട്ടാം തീയതി അർദ്ധരാത്രി പാറ്റൂർ ആർടെക് ഹാളിന് മുന്നിൽ നിന്നാണ് കിരണിനെ തട്ടിക്കൊണ്ടുപോയത്. 1 മണിക്കൂറിലേറെ മർദ്ദിച്ച ശേഷം ഉള്ളൂരിൽ ഉപേക്ഷിച്ചു. കാറിനകത്തോട്ട് തന്നെ 3 പേരുടെ വലിച്ചു കയറ്റി, തട്ടിക്കൊണ്ടുപോകുന്ന കണക്കിന് വലിച്ചു കയറ്റിയിട്ട് എന്നെ അവിടെ നിന്ന് നേരെ ആ കാറിനകത്തിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് ആളെ നിൽക്കില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബാക്കിൽ നിന്ന് ആൾ ചവിട്ടി താഴോട്ടിട്ടിട്ട് എൻ്റെ കയ്യിലോട്ടൊരു വെട്ടി സംഭവിച്ചത്. നേരത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്ത് നിതിനും കിരണും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പിന്മാറിയതാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് കിരൺ പറയുന്നു. അവർക്ക് എതിരെ ഞാൻ ഇവന്റ്സ് ഇപ്പോൾ ചെയ്തു. ഞാൻ ഇതൊരു ഇവന്റ് പോലും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്നുള്ള കണക്കിലാണ്. പുള്ളിയുടെ ബിസിനസ്സിന് ഞാനിപ്പോൾ ഒന്നും സഹകരിക്കാറില്ല. അപ്പോൾ ആ സഹകരിക്കാത്തതിന്റെ കലിയിലാണ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പൈസ ഉള്ളവർക്ക് എന്താവുന്ന കണക്കിലാണ് എൻ്റെ അടുത്ത് കാണിച്ചിരിക്കുന്നത്. ഞാൻ തിരിച്ച് ഒന്നും റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. വഞ്ചൂർ പോലീസിൽ പരാതി നൽകിയതോടെ കേസ് പിൻവലിക്കാനായി സമ്മർദ്ദം. കേസ് പിൻവലിച്ചില്ലെങ്കിൽ പെണ്ണ് കേസിലും ലഹരിമരുന്ന് കേസിലും പെടുത്തുമെന്നാണ് ഭീഷണി. നിന്റെ പേരിൽ ഏതോ ഒരു ഡ്രഗ്സ് കേസ് അവന്മാര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് നിനക്ക് പിന്നെ തെളിവിന് വേണ്ട വേറെ ഇതൊന്നും വേണ്ട. ബിവിയുടെ കൂടെയൊക്കെയാണ് നീ ബെസ്റ്റ് ഫ്രണ്ട്സ്. മനസ്സിലായ? ബിവിക്ക് ഇപ്പൊ ഗ്യാസ് ഉള്ളത് കൊണ്ട് അവന്മാർക്ക് സിമ്പിൾ ആയിട്ട് അത് ഗ്യാസ് എടുത്ത് തലയിൽ വെച്ച് തരാൻ പറ്റും. റൂമിൽ നിന്ന് ഇറങ്ങി വന്ന വീഡിയോ അടക്കൊണ്ട് നിന്റെ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ട് കാണിക്കും. അവൻ പക്കാ പെണ്ണുപിടിയനാണെന്ന് നിന്റെ പെണ്ണിന്റെ വീട്ടിൽ അറിയിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതിനെ തുടർന്നാണ് കിരൺ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇന്നലെ വൈകുന്നേരം പുറത്തു പോയിട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഞാൻ ഇത്രയും പരാതി കൊടുത്തിട്ട് ആ പരാതി പിൻവലിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്നെ തിരുവനന്തപുരം ജില്ലയുടെ ഏത് ഭാഗത്ത് കണ്ടാലും അടിച്ച് ശരിയാക്കി കളയുമെന്നും പെണ്ണ് കേസിൽ പ്രതിയാക്കും, അതുപോലെ നർക്കോട്ടിക് കേസിൽ പ്രതിയാക്കും, അതിനുള്ള ആംബിയർ എനിക്കുണ്ടെന്ന് പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവൻ കയ്യിരുന്ന കുറച്ച് ടാബ്ലറ്റ് എന്താണ് വായിലിട്ട് വെള്ളവും കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. കിരണിന്റെ പിതാവിന്റെ പരാതിയിൽ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറാണ് കേസ് അന്വേഷിക്കുന്നത്. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ നിതിൻ മസ്കറ്റിലേക്ക് കടന്നു. തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടാ സംഘങ്ങൾ ഇയാൾക്കായി രംഗത്തുണ്ടെന്നും പരാതിയുണ്ട്.
ന്യൂസ് 18 തിരുവനന്തപുരം. ഗുണ്ട ലഹരി സംഘങ്ങൾ കാരണം സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആലുവയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പോലും വീട് കയറി ആക്രമിക്കുന്ന സംഭവങ്ങൾ പതിവാകുന്നു. ആലുവ തായ്ക്കാട്ടുകരയിലാണ് ഏറ്റവും ഒടുവിൽ വീട്ടിൽ കയറി ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടിയത്. കഴിഞ്ഞ ദിവസം ബന്ധുക്കളുമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് 5 അംഗ സംഘം വീടാക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തത്. കേസിൽ 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമി സംഘത്തിൽപ്പെട്ട ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ആലുവ തായ്ക്കാട്ടുകര ശ്രീനാരായണപുരം കാട്ടൂപ്പറമ്പിൽ ബാബുവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:30യോടെയാണ് ആദ്യ ആക്രമണം നടന്നത്. കലാകൗമുദി ലേഖിക ജിഷയുടെ വീടാണ് അക്രമികൾ അടിച്ചു തകർത്തത്. കഴിഞ്ഞ ദിവസം ജിഷയുടെ ബന്ധുക്കളുമായുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. അക്രമി സംഘത്തിൽപ്പെട്ട രാഹുൽ എന്നയാൾ ജിഷയുടെ വീടിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ഇയാളും ജിഷയുടെ ബന്ധുവും തമ്മിലാണ് ആദ്യം തർക്കമുണ്ടായത്. ഒരുത്തം വന്നിട്ട് ഒരു വീഡിയോ വെച്ച് അവന് വീഡിയോ ഇല്ലാന്ന് പറഞ്ഞു. ആ വീഡിയോ ഇല്ലാന്ന് പറയിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഇവന് കഴുത്തെ കയറി പിടിക്കണം. പകുതി സിറ്റ് ഔട്ടിലും പകുതി അകത്തോട്ട് ഞാൻ വീണിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭാര്യയും മോളും മാത്രമേ ഉള്ളൂ. ഇവർ കരഞ്ഞു, ഒച്ച വെച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അനിയന്റെ മക്കളും അയലക്കാരും അയലക്കത്തുള്ള ആൾക്കാരും എല്ലാവരും വന്ന് കൂടിയിട്ട് ആണ് ഇവനെ പിടിച്ച് അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വീട്ടിൽ നിന്ന് ആങ്ങളമാർ ആരൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരും വന്ന് ഇവനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അതിന്റെ പെരക്കാത്തിട്ട് അവരാണ് തല്ലിയത്. ജിഷയുടെ ഭർത്താവ് ബാബു വിദേശത്താണ്. ജിഷയും ഇളയ മകൻ വിപിനും പുറത്തുപോയിരിക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന മൂത്ത മകൻ ജിതിൻ മുകളിലെ നിലയിൽ വാതിൽ പൂട്ടിയിട്ടിരുന്നതിനാലാണ് ആക്രമണത്തിന് ഇരയാകാതിരുന്നത്. ആദ്യ ആക്രമണം നടക്കുമ്പോൾ ജിതിൻ വിളിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയിരുന്നു. ജിതിനോട് മൊഴി നൽകാൻ പറഞ്ഞ് പോലീസ് മടങ്ങി. വൈകിട്ട് 4:30യോടെയാണ് ഇതേ സംഘം വീണ്ടും വീട് ആക്രമിച്ചത്. വീടിന്റെ 4 വശത്തെയും ജനൽ ചില്ലുകൾ പൂർണ്ണമായും തകർത്തു. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന 4 ഇരുചക്ര വാഹനങ്ങളും തകർത്തു. പോലീസുകാർ ഇവിടെ വന്നപ്പോൾ പ്രതികൾ പോയിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസും പോയി. പക്ഷെ ഒരു പോലീസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് സംഭവം. അത് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമതും വന്ന് ഇതുപോലെ അതിക്രമം ഇവിടെ ചെയ്യില്ലായിരുന്നു. കാരണം ഈ ഇത്തരം നമ്മുടെ മക്കള് ഒരു തെറ്റും ചെയ്യാത്ത പിള്ളേരാണ്. ആ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ ഞാൻ ആരോടാ പറയാ? നമ്മുടെ പിള്ളേർക്ക് ജീവന ഭീഷണി തന്നെയാണിത്. കാരണം ഇത്രയും മാരകമായിട്ടുള്ള ആയുധങ്ങളാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് ഇവർ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്നും ഇവരെ നിലക്ക് നിർത്താൻ പോലീസിന് കഴിയുന്നില്ലെന്നും ആലുവ നഗരസഭാ ചെയർമാൻ MO ജോൺ ആരോപിച്ചു. വളരെ അടുത്താണ് പോലീസിൽ പല പ്രാവശ്യം ഈ വീട്ടുടമ പത്രലേഖിക ഇൻഫർമേഷൻസ് കൊടുത്തിരുന്നു. വേണ്ട, ഇപ്പോൾ അടിച്ച് പൊളിച്ചതിന് ശേഷം പോലീസ് വന്ന് കേസെടുക്കാനായിട്ട് ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൊഴി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതും അവർ വന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. അത് പോലീസിന്റെ ഏറ്റവും അനാസ്ഥ എന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുണ്ട ജ്യോതിഷ, രഞ്ജിത്ത്, രാജേഷ്, മെൽവിൻ എന്നിവർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതി രാഹുലിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അകത്ത് കടന്ന പ്രതികൾ കിടപ്പുമുറിയിലെ മേശയിൽ നിന്ന് 1.25 ലക്ഷത്തോളം രൂപയും 2 മോതിരവും കവർന്നതായി ജിഷ ബാബുവിന്റെ പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ടെക്നോ ഹബ്ബായ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഗുണ്ടാ പ്രവർത്തനങ്ങളും അതിക്രമങ്ങളും വർദ്ധിക്കുകയാണ്. ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റതാണ് ഒടുവിലത്തെ സംഭവം. AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ റിയാസിന് കമ്പി വടികൊണ്ടുള്ള അടിയിൽ തലയ്ക്ക് പരുക്കുണ്ട്. സംഭവത്തിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തു. ഉത്സവത്തിനെത്തിയവരുടെ കാർ കത്തിച്ചതായും പരാതിയുണ്ട്. പ്രദേശവാസികളുമായി തർക്കമുണ്ടായവരുടെ കാറാണ് പിന്നീട് കത്തിയ നിലയിൽ കണ്ടത്. കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസിനു നേരെ ആക്രമണമുണ്ടായത്. അനുവദനീയമായ സമയത്തിനു ശേഷവും പരിപാടി തുടർന്നപ്പോൾ
നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചതാണ് പ്രകോപന കാരണം. സ്ഥലത്തുണ്ടായിരുന്നവർ പോലീസിനെ അസഭ്യം പറയുകയും ഡ്യൂട്ടിക്കെത്തിയ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയുമായിരുന്നു. ഇതോടെ കഴക്കൂട്ടം സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് പോലീസും യുവാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും സംഘർഷത്തിനിടെ കമ്പിവടി കൊണ്ട് ഉദ്യോഗസ്ഥന്റെ തലയ്ക്കടിക്കുകയുമായിരുന്നു. ഉത്സവ ഡ്യൂട്ടിക്കായി എയർ ക്യാമ്പിൽ നിന്നെത്തിയ കൊല്ലം ചിതറ സ്വദേശി റിയാസിനാണ് തലയ്ക്കു പരിക്കേറ്റത്. സംഭവത്തിനു പിന്നാലെ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പുലർച്ചെ കാർ കത്തിനശിച്ച സംഭവത്തിലും പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞു മടങ്ങവേ അപകടകരമായി ഓടിച്ച കാർ മറ്റു വാഹനങ്ങൾ തട്ടിയതിനെ തുടർന്ന് പ്രദേശവാസികളുമായി തർക്കമുണ്ടായിരുന്നു. ചില്ല് തകർന്നതിനാൽ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ വെളുപ്പിനെ 5ഓടെയാണ് തീപിടിച്ച നിലയിൽ കണ്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. സമീപത്ത് 2 ട്രാൻസ്ഫോർമറുകൾ ഉണ്ടെങ്കിലും അതിലേക്ക് തീ പടർന്നില്ല. കാർ കത്തിച്ചതായാണ് പരാതി. ന്യൂസ് 18 കഴക്കൂട്ടം. ഈ നാട്ടിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ആരെയും ആക്രമിക്കാൻ മടിയില്ലാത്തവരായി മലയാളി മാറുകയാണോ? കഴിഞ്ഞ ദിവസം മാവേലി എക്സ്പ്രസിൽ ടിക്കറ്റില്ലാതെയുള്ള യാത്ര, ഇത് ചോദ്യം ചെയ്ത ടിടിക്ക് നേരെ മർദ്ദനം. തിരുവനന്തപുരം കളിയിക്കാവിള സ്വദേശി സ്റ്റാലിനാണ് ടിടിയുടെ മൂക്കിനിടിച്ച് പരിക്കേൽപ്പിച്ചത്. ടിക്കറ്റില്ലാതെ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ക്രൂരമർദ്ദനം. തിരൂരിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. പരിക്കേറ്റ ടിടിയെ ഷൊർണൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജസ്ഥാൻ സ്വദേശിയായ ടിടി വിക്രം കുമാർ മീണയ്ക്കാണ് ഡ്യൂട്ടിക്കിടെ മർദ്ദനമേറ്റത്. ടിക്കറ്റില്ലാതെ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തത് വിലക്കിയതാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് വിവരം. മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മാവേലി എക്സ്പ്രസിൽ തിരൂരിൽ വെച്ച് ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ടിടിയെ ആക്രമിച്ച തിരുവനന്തപുരം കരമന സ്വദേശി എസ് സ്റ്റാലിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയ പ്രതി അവിടെ മുതൽ പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നെന്നാണ് ടിടി പറയുന്നത്. ജനറൽ കോച്ചിലേക്ക് മാറാൻ ഇയാളോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും കേട്ടില്ല. പിന്നാലെയാണ് പ്രകോപിതനായ യാത്രക്കാരൻ ടിടിയെ ക്രൂരമായി ആക്രമിച്ചത്. കൈകൊണ്ട് തടഞ്ഞു നിർത്തിയ ശേഷം മൂക്കിനിടിച്ചെന്ന് ടിടിയുടെ പരാതിയിൽ പറയുന്നു. മർദ്ദനമേറ്റ് ചോരയൊലിച്ചു നിൽക്കുന്ന ടിടിയുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്നാണ് തിരൂരിൽ വെച്ച് പ്രതിയെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരിക്കേറ്റ ടിടി ഷൊർണൂരിലെ ആശുപത്രിയിലും തുടർന്ന് പാലക്കാട് റെയിൽവേ ആശുപത്രിയിലും ചികിത്സ തേടി. ന്യൂസ് 18 പട്ടാമ്പി. എറണാകുളം മാഞ്ഞാലിയിലെ ഗുണ്ടാ നേതാവായ റിയാസിന്റെ വീട്ടിൽ നിന്നും പിടികൂടിയ തോക്കുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. തോക്ക് 3 വർഷം മുൻപ് പെരുമ്പാവൂർ അനസ് നൽകിയതെന്നാണ് റിയാസിന്റെ മൊഴി. റിയാസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് വിവരങ്ങൾ പുറത്തുവന്നത്. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് സുരക്ഷ ഒരുക്കാൻ തോക്ക് ഉപയോഗിച്ചതായും വിവരമുണ്ട്. 2021 ജൂണിൽ രാമനാട്ടുകര വാഹനാപകടത്തിനിടയാക്കിയ ചേസിംഗിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഈ തോക്ക് ഉപയോഗിച്ചുവെന്നാണ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെർപ്പുളശ്ശേരിയിലെ കൊട്ടേഷൻ സംഘങ്ങളെ പോലീസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യും. മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്നും തോക്കുകൾ പിടികൂടിയ സംഭവത്തിൽ ഗുണ്ടാ നേതാവ് റിയാസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. പിടിച്ചെടുത്ത തോക്കുകൾ 3 വർഷം മുൻപ് പെരുമ്പാവൂർ അനസ് നൽകിയതെന്നാണ് റിയാസിന്റെ മൊഴി. റിയാസിന്റെ മാഞ്ഞാലിയിലെ വീട്ടിൽ നിന്ന് 4 തോക്കുകളും 20 വെടിയുണ്ടകളുമാണ് പോലീസ് പിടികൂടിയത്. ഇതിൽ 2 തോക്ക് അനസിന്റേതെന്നാണ് മൊഴി. മറ്റ് 2 തോക്കുകൾ എങ്ങനെ കിട്ടിയെന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. ഇതോടൊപ്പം അനസിന്റെ 3ാമത്തെ തോക്ക് കണ്ടെത്താനും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. റിയാസിൽ നിന്നും പിടിച്ചെടുത്ത തോക്കുകൾ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഉപയോഗിച്ചതായും സൂചനയുണ്ട്.
2021 ജൂണിൽ രാമനാട്ടുകര വാഹനാപകടത്തിനിടയാക്കിയ ചേസിംഗിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഈ തോക്ക് ഉപയോഗിച്ചു എന്നാണ് സംശയം. എസ്കോട്ട് പോകുന്നതിന് വേണ്ടി ചെർപ്പുളശ്ശേരിയിലെ കൊട്ടേഷൻ സംഘങ്ങൾക്ക് നൽകിയതെന്നാണ് വിവരം. അന്ന് സ്വർണ്ണക്കടത്ത് സംഘത്തിന് സംരക്ഷണമൊരുക്കിയത് ചെർപ്പുളശ്ശേരിയിലെ കൊട്ടേഷൻ സംഘമായിരുന്നു. 2021 ജൂണിൽ സ്വർണ്ണക്കടത്ത്, കവർച്ച, കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള വാഹന ചേസിംഗിനിടെ രാമനാട്ടുകരയിൽ വെച്ച് അപകടമുണ്ടായി. ആ അപകടത്തിൽ 5 പേരാണ് മരിച്ചത്. തോക്കുകൾ പ്രവർത്തനക്ഷമമാണോ എന്നറിയാൻ ഒരു തവണ വെടിയുതിർത്ത് നോക്കിയതായും റിയാസ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. റിയാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെർപ്പുളശ്ശേരിയിലെ ഗുണ്ടാ സംഘങ്ങളെ പോലീസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യും. കാപ്പ ചുമത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ അനസ് ചെർപ്പുളശ്ശേരിയിലായിരുന്നു താമസിച്ചത്. പെരുമ്പാവൂർ അനസിന്റെ സംഘത്തെ ലക്ഷ്യമിട്ട് ഭീകരവിരുദ്ധ സ്ക്വാഡും പോലീസ് നടത്തിയ പരിശോധനയിലാണ് തോക്കും വെടിയുണ്ടകളും കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത്. ന്യൂസ് 18 കൊച്ചി. കേരളം ആക്രമികളുടെയും കവർച്ചാ സംഘങ്ങളുടെയും നാടായി മാറുകയാണോ? ഇടുക്കി നെടുങ്കണ്ടത്ത് ATM കൗണ്ടർ തകർത്ത് പണം അപഹരിക്കാൻ ശ്രമിച്ചത് തമിഴ്നാട് സ്വദേശിയാണ്. സംഭവത്തിൽ തേനി സ്വദേശി പളനിച്ചാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള ബാങ്കിന്റെ ATM ആണ് ഇലക്ട്രിക്കൽ ഡ്രില്ലർ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചത്. ഇയാൾ മദ്യലഹരിയിലാണ് കവർച്ചാ ശ്രമം നടത്തിയതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം രാത്രി 10-ന് ശേഷമാണ് സംഭവം. മദ്യപിച്ചെത്തിയ പളനിച്ചാമി നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലെ കേരള ബാങ്ക് ATM ആണ് ഇലക്ട്രിക്കൽ ഡ്രില്ലർ ഉപയോഗിച്ച് കുത്തിത്തുറക്കാൻ ശ്രമിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ദൃശ്യങ്ങൾ പകർത്തുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് എത്തിയപ്പോഴേക്കും പ്രതി ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു. രാത്രിയിൽ തന്നെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നെടുങ്കണ്ടം പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലാണ് മോഷണം തടയാൻ സഹായകരമായത്. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കരമന അഖിൽ കൊലക്കേസിൽ റിമാൻഡിലായ 7 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. ഗൂഢാലോചനയിൽ പങ്കെടുത്ത 2 പേർക്കായി അന്വേഷണം ഊർജിതം. കൊല്ലം ചിതറയിൽ വർക്ക്ഷോപ്പ് ഉടമയെ ഭീഷണിപ്പെടുത്തി ഇരുചക്രവാഹനം തട്ടിയെടുത്ത കേസിൽ 3 പേർ പിടിയിൽ. നൌഫൽ, മുഹമ്മദ് ഇർഫാൻ, സന്ദീപ് ലാൽ എന്നിവരാണ് പിടിയിലായത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10 വയസ്സുകാരിക്ക് നേരെ പീഡന ശ്രമമെന്ന് പരാതി. സംഭവത്തിൽ പുന്നപ്ര സ്വദേശി അരുൺ അറസ്റ്റിൽ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് അമ്മ ഹൈക്കോടതിയിൽ. തുടരന്വേഷണം ആവശ്യമായതിനാൽ ജാമ്യാപേക്ഷ തള്ളണമെന്നാണ് ആവശ്യം. മൂർക്കനാട് ഇരട്ടക്കൊലക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ ആഷിഖ് പിടിയിൽ. പോലീസിനെ കണ്ടോടിയ പ്രതി കിണറ്റിൽ വീണതോടെയാണ് പിടിയിലായത്. മലപ്പുറം താനൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. 8 പവൻ സ്വർണവും 25,000 രൂപയും 3.5 ലക്ഷം രൂപ വില വരുന്ന വാച്ചുകളും കവർന്നു. കോഴിക്കോട് ജില്ലാ ജയിലിൽ തടവുകാരും ഉദ്യോഗസ്ഥരും ഏറ്റുമുട്ടി. 3 ഉദ്യോഗസ്ഥർക്കും പുറത്തുനിന്നെത്തിയ 2 പേർക്കും പരിക്ക്. കാസർഗോഡ് ചിറ്റാരിക്കലിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. നമ്മുടെ നാട്ടിലെ വയോജനങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും സ്വന്തം വീടുകളിലാണ്. കണ്ണൂർ ഉദയഗിരിയിൽ ഭിന്നശേഷിക്കാരനായ വയോധികനെ കൊലപ്പെടുത്തിയത് സഹോദരിയുടെ പുത്രനാണ്. 2 കാലുകൾക്കും സ്വാധീനമില്ലാത്ത ദേവസിയെ കോടാലി കൊണ്ട് വെട്ടുകയും കല്ലുകൊണ്ട് തലക്കടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ സഹോദരി പുത്രനായ ഷൈൻ മോനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മുടെ കുടുംബങ്ങൾ ചോരക്കളമാകുന്നത് അപകടകരമാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.